അനുമോദ് അറിയാം, അവിടെ വലിയ തിരക്കാണ്, കണക്ടിവിറ്റിക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും കേൾക്കാമെങ്കിൽ തുടരാം. ഭവ്യ, ഇപ്പോൾ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് 3 രഥങ്ങളും എത്തിച്ചേരുന്നു. വലിയ രഥത്തെ, പ്രധാന രഥത്തെ ആനയെ കൊണ്ട് ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് തള്ളി ഒതുക്കി നിർത്തുന്നു. 3 രഥങ്ങളാണ് വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെതായിട്ട് ഈ രഥോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ വിശ്വനാഥനും വിശാലാക്ഷിയും, അതായത് ശിവനും പാർവതിയും, മറ്റൊരു രഥത്തിൽ ഗണപതിയും, മറ്റൊരു രഥത്തിൽ മുരുകനുമാണ്. അങ്ങനെ ശിവ പാർവതി സങ്കല്പത്തിലെ അച്ഛനും മക്കളും എന്നൊക്കെ നമ്മൾ പറയുന്ന അതേ സങ്കല്പത്തിൽ തന്നെയാണ് ഈ രഥോത്സവത്തിലും ദേവന്മാരുടെ ഈ എഴുന്നള്ളത്തിനെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവരുടെ എഴുന്നള്ളത്ത് നടക്കുന്നത്. ഇപ്പോൾ അതിനു പുറമെ മറ്റ് ഒരു ഗണപതി ക്ഷേത്രത്തിലെ, അതായത് പ്രസന്ന ഗണപതി ക്ഷേത്രത്തിലെ തേരുകൂടി ഇവിടേക്ക് അല്പ സമയത്തിനകം എത്തിച്ചേരും. അതോടെ 4 തേരുകൾ ഇവിടേക്ക് വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലേക്കുള്ള വരവാകും. അതോടൊപ്പം തന്നെ ആദ്യം ഇന്ന് രഥപ്രയാണം ആരംഭിച്ച ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ രഥം കൂടി മന്തക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ പോയി തിരിച്ച് വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തുന്നതോടെയാണ് 5 രഥങ്ങളും ഒരുമിച്ച് ഈ അഗ്രഹാരത്തിന് മുൻപിൽ, അല്ലെങ്കിൽ വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിൽ അണിനിരക്കുന്ന ആ നിമിഷം എത്തിച്ചേരുക. അതിന് ഇനി ഏറെ സമയമൊന്നും ബാക്കിയില്ല. നമുക്ക് വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ മന്തക്കാട് ഗണപതി ക്ഷേത്രത്തിൽ പോയി രഥം തിരിച്ചു വരുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. മനോഹരമായി അലങ്കരിച്ച, വർണ്ണാലങ്കൃതമായ ദീപങ്ങളിൽ കുളിച്ച ആ രഥം അഗ്രഹാരത്തിന്റെ തെരുവോരങ്ങളിലൂടെ പതിയെ ആളുകൾ വലിച്ച് ഇതാ ഇവിടേക്ക് എത്തിക്കുന്നു. മറുവശത്ത് 3 രഥങ്ങൾ ഇതിനോടകം തന്നെ കുണ്ടമ്പലം എന്ന് അറിയപ്പെടുന്ന വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻപിലും അണിനിരക്കുന്നു. അങ്ങനെ ഈ ഒരു വർഷം എല്ലാവരും കാത്തിരുന്ന, പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് ഈ ഒരു ദിവസത്തിൽ ഈ രഥം വലിക്കുക, അല്ലെങ്കിൽ രഥത്തിന്റെ ഒപ്പം സഞ്ചരിക്കുക, അതൊക്കെ തന്നെ വലിയ പ്രധാനപ്പെട്ട അവരുടെ കാര്യമാണ്. കാരണം ഭഗവാൻ അഗ്രഹാരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ഭഗവാൻ അവിടെ എല്ലാം സന്ദർശിക്കുന്നു എന്നതാണ് സങ്കല്പം. അപ്പോൾ ഭഗവാനെ അഗ്രഹാരത്തിന്റെ തെരുവോരങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ രഥങ്ങളിലൂടെ വലിച്ചു കൊണ്ടുപോവുകയാണ്, ആ രഥം വലിക്കുകയാണ്. അത് വലിയ ഒരു ആത്മീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടിയാണ് ഇവിടെ വിശ്വാസികൾ കാണുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇത് വിശ്വാസ സമൂഹത്തിന് ഒരു ഉത്സവത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കൂടി ഉയർന്നിരിക്കുന്നു. നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു പുരുഷാരവും ഒരു ജനക്കൂട്ടവും ഒക്കെ ഇപ്പോൾ അഗ്രഹാരത്തിന്റെ ഈ തെരുവോരങ്ങളെ പതിനായിരങ്ങളായി എത്തിച്ചേർന്നത് കൊണ്ട് തന്നെ മറ്റൊരു ദേശീയോത്സവമായി ഈ രഥോത്സവം കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും തിരക്ക് നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുന്നതാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തിരുവനന്തപുരത്തും കൊല്ലത്തും കണ്ണൂരിൽ നിന്നും എല്ലാം ഏറെ ദൂരം ഈ ഒരു കാഴ്ച കാണുവാൻ വേണ്ടി മാത്രം സഞ്ചരിച്ചെത്തിയവർ പലരും തിരിച്ചു പോകാൻ ടിക്കറ്റ് പോലും കിട്ടാതെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അത്രമാത്രം വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഈ ഒരു പ്രചാരണം ഈ ദേശീയോത്സവമായിട്ട് രഥോത്സവത്തെ മാറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, കേരളത്തിന്റെ തന്നെ തനത് ഉത്സവങ്ങളിൽ ഒന്നായി, ആഘോഷങ്ങളൊന്നായി ഇതിനോടകം തന്നെ രഥോത്സവത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ തായ്വേര് തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 14ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ചരിത്രവും ഒക്കെ പറഞ്ഞു കേൾക്കുന്നത്. കാശിയുടെ പാതി കൽപ്പാത്തി എന്ന സങ്കല്പത്തിലേക്ക് വരുന്നത് തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവമായിട്ടുള്ള ആ കഥയുമായി, അല്ലെങ്കിൽ ഐതിഹ്യവുമായിട്ടാണ്. അന്ന് ബ്രാഹ്മണ സ്ത്രീ കാശിയിൽ നിന്നും ലഭിച്ച ശിവലിംഗം കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് പ്രതിഷ്ഠിക്കുകയും അവിടെ ക്ഷേത്രം നിർമ്മിക്കുവാൻ രാജാവിനോട് നിർദ്ദേശിക്കുകയും പൊൻപണം നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആ സങ്കല്പത്തിൽ ആണ് ഇവിടുത്തെ ഈ വിശ്വനാഥ ക്ഷേത്ര, വിശാലാക്ഷി സമേത വിശ്വനാഥ സങ്കല്പം ക്ഷേത്രം തന്നെ ഉയരുന്നത്. ഇവിടേക്ക് പൂജകൾക്കും മറ്റുമായി തമിഴ് ബ്രാഹ്മണർ ഇവിടേക്ക് എത്തുന്നു 14ാം നൂറ്റാണ്ടോടെ. അവരുടെ തമിഴ് ശൈലിയിലുള്ള പൂജയും ആഘോഷങ്ങളും ആചാരങ്ങളും അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു.
നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലുള്ള എഴുന്നള്ളത്തിനും കെട്ടുകാഴ്ചകൾക്കൊക്കെ അതുപോലെ തന്നെ അത്തരത്തിലുള്ള സങ്കല്പങ്ങൾക്കൊക്കെ സമാനമായിട്ട് രഥോത്സവം. എഴുന്നള്ളത്തിൽ ഭഗവാനും ഭഗവതിയും ആനപ്പുറത്ത് തിടമ്പിലേറി ഓരോ പ്രദേശത്തും എത്തുന്നു എന്നുള്ളതാണ് സങ്കല്പമെങ്കിൽ ഇവിടെ അഗ്രഹാരത്തിന്റെ തെരുവുകളിൽ രഥത്തിലൂടെയാണ് ഈ പ്രയാണം എന്നതാണ് ഇതിൽ ഏറ്റവും വ്യത്യാസപ്പെട്ട ഒരു കാര്യം. അതുമാത്രമല്ല, ഈ രഥം വലിക്കുവാൻ ഇതുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും ജാതിപഥഭേദമന്യേ ഓരോരുത്തരും എത്തിച്ചേരുന്നു. അത് ഒരു പരിശുദ്ധമായ ഒരു പുണ്യകാര്യമായിട്ട് ആഗ്രഹ സാഫല്യത്തിനും അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരു വഴിപാടായിട്ടും ഈ രഥം വലിക്കുന്നത് ആളുകൾ സങ്കല്പിക്കുന്നു. അങ്ങനെ ഓരോ തരത്തിലുമുള്ള സങ്കല്പങ്ങളുടെ ഒരു സമ്മിശ്രമായ ഭേദം കൂടിയാണ്, സമ്മിശ്രമായ കൂടിച്ചേരൽ കൂടിയാണ് നമുക്ക് ഈ രഥോത്സവത്തിന്റെ നഗരിയിൽ കൽപ്പാത്തിയിൽ നമുക്ക് കാണാനാകുന്നത്. ഒരു പഴയ സംസ്കാരം അത് ഇന്നലെയും തമ്മിൽ ബന്ധിക്കുന്ന തരത്തിൽ തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ആഘോഷമായി ഈ രഥോത്സവം മാറുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ഓരോ വർഷവും ഇവിടെ ആദ്യമൊക്കെ അഗ്രഹാരത്തിന്റെ ഈ തെരുവുകളിൽ മാത്രം നിറഞ്ഞിരുന്ന ആഘോഷങ്ങൾ ഇപ്പോൾ ഇത് അഗ്രഹാരത്തിന്റെ തെരുവോരങ്ങൾക്കപ്പുറത്ത് പാലക്കാടിനും അപ്പുറത്തേക്ക് കേരളത്തിനും അപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഒട്ടേറെ പേർ ഈ ഒരു രഥോത്സവം കാണുവാനും മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രഥോത്സവത്തെ ഇപ്പോൾ വേറിട്ടതാക്കുന്നതും തനത് ഒരു അടയാളമായി കേരളത്തിന്റെ ആഘോഷമായി ഇതിനെ മാറ്റിയിരിക്കുന്നതും. എന്താണെങ്കിലും രഥോത്സവത്തിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകൾക്കുള്ള സമയമായിരിക്കുന്നു. രഥങ്ങൾ വിശാലാക്ഷി സമേതനായ വിശ്വനാഥന്റെ മുമ്പിൽ, വിശ്വനാഥ ക്ഷേത്രത്തിന് മുമ്പിൽ ഇതാ അണിനിരക്കുന്നു. മറുവശത്ത് ലക്ഷ്മി നാരായണ സ്വാമിയുടെ രഥം മന്തക്കാട് ഗണപതി ക്ഷേത്രത്തിൽ പോയി ഇവിടേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ ഒഴുകുകയാണ്. ഒരു മഹാപ്രവാഹം പോലെ, മഹാനദി പോലെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒഴുക്കിൽപ്പെട്ട് നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയ തിരക്ക്, വലിയ ജനപ്രവാഹം, അത്രമാത്രം ആവേശവും പുരാവേശത്തിന് സമാനമായ ആവേശമാണ് രഥോത്സവത്തിന്റെ ഈ കാഴ്ചകൾ ഓരോരുത്തർക്കും നൽകുന്നത്. അതാ രഥങ്ങൾ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. രഥം വലിക്കുന്നവർ ആർപ്പ് വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആഘോഷമായി ഇതിൽ പങ്കെടുക്കുന്നു. ഒരു തിരമാല എന്ന വണ്ണം രഥം വലിക്കുന്നവർ ഒഴുകിയെത്തുമ്പോൾ വഴിയിൽ നിൽക്കുന്നവരൊക്കെ തന്നെ തീരങ്ങളിലേക്ക് തെറിച്ചു പോകുന്നത് പോലെയാണ് നമ്മളൊക്കെ ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തിരമാല പോലെ ജനപ്രവാഹം ഈ രഥം വലിക്കുകയാണ്. ഈ ജനത്തെരുവിലൂടെ, ഈ തിരക്കേറിയ തെരുവിലൂടെ രഥം വലിച്ചു നീക്കുമ്പോൾ, രഥം നീങ്ങി വരുമ്പോൾ കൈകൂപ്പിയും ആർത്ത് വിളിച്ചും പ്രാർത്ഥിച്ചും ഓരോരുത്തരും അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളും ഒക്കെ പങ്കുവെക്കുന്ന കാഴ്ച ഇത് കൗതുകത്തോടെ കാണുന്നവരുണ്ട്. കൈകൂപ്പി കണ്ണ് നിറയെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇത് ആഘോഷത്തിന്റെ ഭാഗമായി ഇതൊരു അനുഭൂതിയായി അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിൽപ്പെട്ട പല ആഘോഷങ്ങളുടെയും പല ചിന്തകളുടെയും ഒക്കെ ഒരു ആകത്തുകയായി അല്ലെങ്കിൽ സമ്മിശ്രമായിട്ട് ഈ രഥോത്സവം മാറി. ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രസന്ന ഗണപതി ക്ഷേത്രത്തിലെ രഥമാണ്. ഈ രഥം ഇപ്പോൾ അഗ്രഹാരത്തിന്റെ തെരുവിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഓരോ അഗ്രഹാര തെരുവിലുമെത്തി ഓരോ ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ചു വേണം രഥങ്ങൾ തിരിച്ച് അവരുടെ ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ. ഇപ്പോൾ രഥസംഗമമാണ് നമ്മൾ കാണുന്നത്. അഗ്രഹാര തെരുവുകളിൽ രഥങ്ങൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 5 രഥങ്ങൾ ഇവിടെ ഈ അഗ്രഹാര തെരുവിൽ ഇതാ നിറഞ്ഞു നിൽക്കുന്നു. ക്ഷേത്രത്തിനടുത്ത് 3 എണ്ണവും വിശാലാക്ഷി വിശ്വനാഥ ക്ഷേത്രത്തിന് കുറച്ചകലെ മറ്റൊരു ലക്ഷ്മി നാരായണ പെരുമാളിന്റെ രഥവും. അങ്ങനെ അഗ്രഹാര തെരുവിത രഥോത്സവത്തിന്റെ പരിസമാപ്തിയിലേക്ക്, അല്ലെങ്കിൽ രഥോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശം നിറഞ്ഞ നിമിഷത്തിലേക്ക്, പ്രാർത്ഥനകൾ നിറഞ്ഞ നിമിഷത്തിലേക്ക് കടന്നിരിക്കുന്നു. രഥസംഗമം ഇതാ അഗ്രഹാര തിരുവോരങ്ങളിൽ നടക്കുന്നു. രഥസംഗമത്തിന്റെ സമയമായിരിക്കുന്നു. രഥസംഗമം അഗ്രഹാരത്തിലെ ഉത്സവത്തിന്റെ ഈ വർഷത്തെ കാത്തിരിപ്പിന് ഇവിടെ ഏറ്റവും ഉചിതമായ സമയത്ത് പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. രഥസംഗമത്തിന്റെ നിമിഷമാണ് ഇപ്പോൾ. വിശാലാക്ഷി സമേതനായ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻപിൽ ഇതാ രഥങ്ങൾ അണിനിരക്കുന്നു. ഭവ്യ, അതാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക്.